അങ്കിൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ തെറ്റു പറയാൻ പറ്റില്ല മമ്മി. അവർ തമ്മിൽ മാനസികമായി അത്രയ്ക്ക് അകന്നു കഴിഞ്ഞിരിക്കുന്നു. മുരളി അങ്കിളുടെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായത്. അപ്പുവിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയെന്നാ വിജയ് പറയുന്നത്. അതിന്റെ ഒരു ആശ്വാസത്തിലാണ് പാവം. ഒരിടത്ത് പ്രശ്നങ്ങൾ അവസാനിച്ചപ്പോ മറ്റൊരിടത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഇനി മാളുവിന്റെ കാര്യം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. അക്കാര്യം ഓർത്ത് ടീച്ചർ ടെൻഷൻ ആവണ്ട. ആ കുട്ടിയെ പഴയതുപോലെ നല്ല സ്മാർട്ടാക്കി തിരിച്ചേൽപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പോരെ? പക്ഷേ ഇന്ന് കണ്ടതുപോലെ മന്ത്രവാദവും ചാത്തൻ സേവയായിട്ട് അവിടെ ആരെയും കണ്ടുപോകരുതെന്ന് ടീച്ചർ പ്രത്യേകം അവരോട് പറഞ്ഞേക്കണം. ഇല്ലടാ, ഇനി അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും മുരളിയുടെയും അശ്വതിയുടെയും ഭാഗത്തു നിന്നുണ്ടാവില്ല. അല്ലെങ്കിലും അവർക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം അശ്വതിയുടെ അമ്മയുടെ നിർബന്ധം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്നാ ആ അമ്മച്ചിയെ കുറച്ചു ദിവസത്തേക്ക് വല്ല ബന്ധുവീട്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ അശ്വതി ആന്റിയോട് പറയും. അവരവിടെ നിന്ന് ഇതുപോലെയുള്ള അവതാരങ്ങളെ ഇനിയും ഇറക്കുമതി ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ അശ്വതി മുരളി നോക്കിക്കൊള്ളും. നീ വാ, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. കഴിക്കാൻ എടുക്കട്ടെ? ഗീത, ഡെയ്സി ഇപ്പോൾ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാണോ അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും? നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിളിച്ചതാ. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം സോൾവ് ആയിന്ന് ഞാൻ ഡെയ്സിയോട് പറഞ്ഞു. ഡെയ്സിയും ജോബിനും കൂടി ഇന്ന് മുരളിയുടെ വീട്ടിൽ ചെന്നിരുന്നു. അതെന്തിനാ? ചുമ്മാ പോയതെന്നാ ഡെയ്സി പറഞ്ഞത്. പക്ഷെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഡെയ്സിയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. അവരുടെ പ്രശ്നം നമ്മളായിരുന്നല്ലോ. നമ്മളായിട്ട് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഇനിയിപ്പോൾ ആ പേടി വേണ്ടല്ലോ. പിന്നെ എന്ത് പ്രശ്നം അവിടെ? വീപ്പി ഡെയ്സിയോട് വിശദമായിട്ട് ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചിരുന്നെങ്കിൽ ഡെയ്സി ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു. പക്ഷെ ഞാനതിൽ വലിയ താല്പര്യം കാണിക്കാൻ പോയില്ല. താൻ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടുള്ള തലവേദന അവർക്ക് ഒഴിഞ്ഞു കിട്ടിയല്ലോ. പിന്നെ നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? ഡെയ്സി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇഷ്യൂ അത്ര നിസ്സാരമല്ലെന്ന് തോന്നുന്നു. മാളു എന്തോ ഡിപ്രഷനിലാണെന്ന്, ആരോടും മിണ്ടാതെ കോളേജിൽ പോലും പോവാതെ മുറിയടച്ചിരിപ്പാണെന്ന്. അയ്യോ, അതെന്താ അവളങ്ങനെ? എന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ മുരളിയുടെ അന്നത്തെ പ്രകടനം തന്നെയാവും പ്രധാന കാരണം. അതുമല്ലെങ്കിൽ ആ അരുണുമായിട്ടുള്ള പ്രപ്പോസൽ വീണ്ടും പൊടിയൊട്ടി എടുത്തു കാണും. മാളു അതിനെ എതിർത്തിട്ടുണ്ടാവും. അവളുടെ എതിർപ്പ് വകവയ്ക്കാതെ മുരളിയും ഇന്ദിരാമയൊക്കെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടാവും. അവളെ സ്വാഭാവികമായും ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടാവും. എന്നാലും എന്താ ശരിക്കുള്ള റീസൺ എന്ന് നമുക്ക് ഡെയ്സിയെ വിളിച്ചൊന്ന് ചോദിച്ചാലോ? എത്രയൊക്കെ ആയാലും മാളുവിന്റെ കാര്യമല്ലേ. നമ്മളായിട്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. നോ, താൻ വെറുതെ ഓവർ സെന്റിമെന്റിലായി അതിലിടപെടാൻ നോക്കണ്ട. അതൊക്കെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളായി മാത്രം കണ്ടാൽ മതി. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, ആരോടും അന്വേഷിച്ചിട്ടുമില്ല. ഇനി അതിനും നമ്മളെയാണ് മുരളി അശ്വതിയും ബ്ലെയിം ചെയ്തെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പുവിൻ്റെ പ്രശ്നത്തിൽ നമ്മൾ അനുഭവിച്ച ടെൻഷനും വേദനയൊക്കെ എത്രത്തോളം ഭീകരമായിരുന്നു തനിക്കറിയാലോ. എന്താണ് കാര്യം എന്നറിഞ്ഞപ്പോൾ
ഈ പറഞ്ഞവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നെന്ന് താൻ മറന്നുപോയോ? അപ്പൂനെന്ന് മുരളി വിളിച്ചത് ഓർമ്മയില്ലേ? സാധനമെന്ന്. ഒരു വീട് പോലെ സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചവർ തന്നെയാണ് നമ്മുടെ മുഖത്തേക്ക് ആദ്യം കാറി തുപ്പിയത്. മുരളി അശ്വതി ഒന്ന് ആത്മാർത്ഥമായി മനസ്സ് വച്ചിരുന്നെങ്കിൽ അപ്പൂന്റെ പ്രശ്നം ഇത്രയും വഷളാവുമായിരുന്നില്ല. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും നേരത്തെ, ഇതിലും ഭംഗിയായി നമ്മൾ ഈ വിഷയം സോൾവ് ചെയ്തേനെ. പകരം അവരായിട്ടിത് മാക്സിമം വഷളാക്കാനല്ലേ നോക്കിയത്. എന്താ ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? കാര്യമൊക്കെ ശരിയാ, ഞാനും വി പിയോട് യോജിക്കുന്നു. പക്ഷേ അവരെ പോലെ തന്നെ ആകണം നമ്മളെന്ന് വാശി പിടിക്കണോ? കാര്യം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കേണ്ട കടമയെങ്കിലും നമുക്കില്ലേ? അത് വേണ്ട, അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. നീയോ അപ്പോ അതിൻ്റെ പേരിൽ ഇനി അവരുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പൂനോട് അത് പ്രത്യേകം പറഞ്ഞേക്കണം, കേട്ടല്ലോ?